Hello my dear students, നമ്മുടെ ടോപ്പിക് വേരിയബിൾസ് ഇൻ സി ആണ്. ഒരു വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു പീസ് ഓഫ് മെമ്മറി ആണ്. ഒരു മെമ്മറിനെ നമ്മൾ അസൈൻ ചെയ്യുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു നെയിംസിലേക്ക് ആയിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വേരിയബിളിനെ ഒരു അഡ്രസ്സിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മെമ്മറി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ മെമ്മറി. പക്ഷെ നമുക്കത് ഓർത്ത് വെക്കാനും നമുക്കത് യൂസ് ചെയ്യാനും ടഫാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പകരം ഒരു മെമ്മറിയെ, ഇതൊരു മെമ്മറി ആണെങ്കിൽ ആ മെമ്മറിയെ നമുക്കൊരു വേരിയബിൾ നെയിം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഓർത്ത് വെക്കാൻ ഈസിയാണ്. അതുകൊണ്ട് മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇത് എ എന്നുള്ളൊരു മെമ്മറിയാണ്, അതിൻ്റെ അകത്ത് 1 എന്നുള്ളൊരു വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഡാറ്റ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. വേരിയബിൾസ് എന്ന് പറയുന്നത് നെയിം ഓഫ് ദ മെമ്മറിയാണ്. ദെൻ നമുക്ക് ഇതില് ഒരുപാട് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിപ്പോ 1 എന്നുള്ളതാണ് ഇവിടുത്തെ ഡാറ്റ എങ്കിൽ നമുക്ക് 1.2 എന്നുള്ളത് ഒരു ഡാറ്റയാണ് അല്ലേ. അപ്പൊ 1 എന്നുള്ളത് ഇന്റീജർ ടൈപ്പ് ഡാറ്റയാണ്, 1.2 എന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റയാണ്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കോമ ഇട്ട് റെപ്രസെന്റ് ചെയ്യാം. എ കോമ ബി കോമ സി, ഇങ്ങനെ കോമ ഇട്ട് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ മുന്നേ നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്ത് അത് ഡിക്ലെയർ ചെയ്യണം. ഇന്റീജർ ആണെങ്കിൽ ഇന്റ്, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, അങ്ങനെ കൊടുത്ത് റെപ്രസെന്റ് ചെയ്യണം. ദെൻ ഇതാണ് അതിന്റെ എക്സാമ്പിൾ. ഇവിടുത്തെ നമുക്ക് ഇന്റീജർ ടൈപ്പ് ഓഫ് ഡാറ്റ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഏജ് ആണ്. ഇന്റ് എന്നുള്ളത് ഇന്റീജർ ടൈപ്പ് ഓഫ് ഡാറ്റ ആണ് കാണിക്കുന്നത്. ദെൻ ഹൈറ്റ് എന്നുള്ളത് ഫ്ലോട്ടിംഗ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ബിക്കോസ് നമ്മൾ ഫ്ലോട്ട് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ 5.7 ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ക്യാരക്ടർ ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ് ഗ്രേഡ്. കാരണം നമ്മൾ CHAR ക്യാരക്ടർ എന്നുള്ള ഡാറ്റ ടൈപ്പ് കൊണ്ടാണ് ഈ എ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് സിംഗിൾ കോട്സിനകത്ത് എ അസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ നമുക്ക് ഇന്റീജർ ടൈപ്പ് ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ഡിക്ലറേഷൻ, ക്യാരക്ടർ വേരിയബിൾ ഡിക്ലറേഷൻ, ആ 3 ടൈപ്പാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഒരു വേരിയബിൾ നെയിം എന്ന് വെച്ചാൽ അതിൽ ലെറ്റേഴ്സ് ഉണ്ടാവാം, ഡിജിറ്റ്സ് ഉണ്ടാവാം, അണ്ടർസ്കോർ ഉണ്ടാവാം. ദെൻ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലൊരിക്കലും ഒരു ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ ആൽഫാബറ്റ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഡിജിറ്റ് വെച്ച് ഇപ്പൊ ഹലോ എന്നാണെങ്കിൽ HELLO, ഹലോ എന്നാണെങ്കിൽ ഇതൊരു H എന്നുള്ളത് ഒരു ആൽഫാബറ്റ് ആണ്, ഓക്കെ ആണ്. എന്നാൽ അതിന്റെ മുൻപ് നമ്മളൊരു 2 യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവാലിഡ് ആണ്. ബിക്കോസ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിജിറ്റലാണ്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദെൻ സ്പേസ് നമുക്ക് അലോ ചെയ്യില്ല. ഒരു വേരിയബിളിനകത്ത്, ഒരു വേരിയബിൾ ഡിക്ലറേഷനകത്ത് സ്പേസ് നമ്മൾ കൊടുക്കാറില്ല. എ കൊടുത്ത് കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് നമ്മളിവിടെ ബി കൊടുത്തിരിക്കുന്നത്. ഇത് നോട്ട് അലൗഡ് ആണ്. ദെൻ വേരിയബിൾ നെയിം must not be any reserved keyword or reserved word. ഒരിക്കലും വേരിയബിൾ നെയിം ഒരു കീവേഡോ സി പ്രോഗ്രാമിന്റെ റിസർവ്ഡ് വേർഡോ ആയിരിക്കരുത്. അതൊരു യൂസർ ഡിഫൈൻഡ് വേർഡ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. Then the name must be unique in the program. പ്രോഗ്രാമിൽ അത് ഒരു യുണീക്ക് ആയിരിക്കണം, സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കണം നമ്മളത് യൂസ് ചെയ്യേണ്ടത്. ദെൻ ഇതാണ് സി വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഇനീഷ്യലൈസ് ചെയ്യാം. ഇനീഷ്യലൈസേഷൻ എപ്പോഴും ചെയ്യുന്നത് യൂസിങ് ദ അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് ഏജിനെ 20 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. സോ ഇറ്റ് ഈസ് ആൻ ഇനീഷ്യലൈസേഷൻ. ദെൻ ഇവിടെ ഗ്രേഡ് എ ആയിട്ട് അസൈൻ ചെയ്യാനായിട്ട് ഇനീഷ്യലൈസ് ചെയ്തത് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഫ്ലോട്ട് വാല്യൂ 5.7 എന്നുള്ളത്
ഈക്വൽ ടു അല്ലെങ്കിൽ ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൽ 2 ടൈപ്സ് ഓഫ് ഇനീഷ്യലൈസേഷൻ സാധ്യമാകുന്നുണ്ട്. ഇനീഷ്യലൈസേഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷൻ, ഇനീഷ്യലൈസേഷൻ ആഫ്റ്റർ ഡിക്ലറേഷൻ. അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷനിൽ ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം അവിടെ തന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊടുത്ത് വാല്യൂ കൊടുക്കുന്നതാണ് ടൈം ഓഫ് ഡിക്ലറേഷൻ. ഇനീഷ്യലൈസേഷൻ ആഫ്റ്റർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ക്യാരക്ടർ ഗ്രേഡ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ഗ്രേഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ദെൻ വാല്യൂ, അങ്ങനെ 2 ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ മെമ്മറി അലൊക്കേഷൻ ഓഫ് സി വേരിയബിൾ. മെമ്മറി എങ്ങനെയാണ് അലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കമ്പൈലർ ഉദ്ദേശിക്കുന്നത് എന്താണ്, കമ്പൈലർ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ ഒരു മെമ്മറി അലൊക്കേറ്റ് ചെയ്തു, ഒരു വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. അതാണ് കമ്പൈലർ മനസ്സിലാക്കിയെടുക്കുക. ദെൻ നമുക്കൊരു മെമ്മറിന്റെ സൈസ് കാണണം എന്നുണ്ടെങ്കിൽ, ഒരു മെമ്മറി എത്ര സ്പേസ് ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്ററിന് യൂസ് ചെയ്യുന്ന കീവേഡ് സൈസ് ഓഫ് എന്നുള്ളതാണ്, അതിൽ സ്പേസ് ഇല്ല. ദെൻ സൈസ് ഓഫ് എന്നുള്ള കീവേഡ് കഴിഞ്ഞ് നം എന്നുള്ളതാണ് വേരിയബിൾ നെയിം, അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഫങ്ഷണൽ ബ്രാക്കറ്റ്സിനകത്താണ്. ഓക്കെ, സൈസ് ഓഫ് നം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ എന്നുള്ള വേരിയബിൾ എത്ര സ്പേസ് മെമ്മറി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ വേരിയബിൾസ് ഇൻ സി എന്നുള്ള ടോപ്പിക്. ഓക്കെ, ബൈ, താങ്ക് യു.